കായൽ മൊത്തം? മൊത്തത്തിലല്ല, ഇവിടുന്ന് അങ്ങ് വരെ പോയി പറക്കുക. ചാമ്പടൻ കോടി തൊട്ട് അങ്ങ് വടക്ക് വരെ പോയി പറക്കുക. ഒരു ദിവസം മൊത്തം കംപ്ലീറ്റ് പറക്കാമെങ്കിൽ 25 കിലോ കിട്ടും. കേരള പ്രൈം ടൂഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് മണലിൽ ക്ഷേത്രത്തിന് സമീപമാണ്. ഞങ്ങൾ ഇവിടെ വേറൊരു പരിപാടിയായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കാണാൻ ഇടയായി. ആ കാഴ്ച എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ കാഴ്ച ഒരു വള്ളത്തേൽ ഒരു ചേട്ടൻ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പിയും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തെ വസ്തുക്കൾ കൊണ്ട് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇത് എന്താണ് എന്ന് നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താ ചേട്ടാ പേരെന്താ? എൻ്റെ പേര് ജെറോൺ. ജെറോൺ. ഇത് എവിടുന്ന് കൊണ്ടുവരുന്ന ചേട്ടാ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ? ഇത് അഷ്ടമുടി കായലിന് തീരത്തുനിന്ന് പറക്കുന്നത്. അത് കായലിൽ നിന്ന് തന്നെ പറക്കുന്നതാ? കായലിൽ തന്നെ പറക്കുന്നത്. ഇത് ഇപ്പൊ ഇത് എന്ത് ചെയ്യാനാണ് ചേട്ടൻ കൊണ്ട്? ഇത് ആക്രി കടക്ക് കൊടുക്കും കൂടുതലാകുമ്പോൾ. അതെ. അതായത് ഇപ്പൊ ഈ ഒരു വെള്ളത്തെ എപ്പോൾ പോയി പറക്കിയതാ? ഇത് രാവിലെ പോയി പറക്കിയത്. രാവിലെ എവിടുന്ന് പറക്കിയത്? അഷ്ടമുടി കായലിന്റെ ഏത് ഭാഗത്തുനിന്ന്? പൈലുമാന്റെ കാല് വറുത്ത്. പൈലുമാന്റെ കാല് വറുത്ത്. ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് പറക്കുന്നത്? എല്ലാ ദിവസവും പോകത്തില്ല. പോകുന്ന ദിവസം ഓരോ സ്ഥലത്തു നിന്നാണ്. അതായത് ഇത്രയേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അഷ്ടമുടി കായലിലുണ്ട്. ഉണ്ട്. ഇത് ഓരോരുത്തർ വലിച്ചെറിയുന്നതാണ്. ഇത് ചേട്ടൻ കൊണ്ട് ആക്രിക്ക് കൊടുക്കും. ആക്രിക്ക് കൊടുക്കുമ്പോൾ എത്ര രൂപ കിട്ടുന്നത്? ഒരു ലോഡ് അനുസരിച്ചാണ് കിട്ടുന്നത്. 100 കിലോ ഉണ്ടെങ്കിൽ 1800 രൂപ. 1800 രൂപ കിട്ടും 100 കിലോ ഉണ്ട്. ഇതിപ്പോൾ ഇന്ന് ഇപ്പോൾ പറക്കി എത്ര കിലോ ആണ്? ഇതിപ്പോൾ എല്ലാം കൂടെ 300 രൂപയുടെ ജോലി ചെയ്തു. 300 രൂപയുടെ പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ അഷ്ടമുടി കായലിൽ നിന്ന് പറക്കിയെടുത്ത്. ഇത് കണക്ക് മറ്റാരെങ്കിലും പറക്കുന്നുണ്ടോ? അത് അതിൽ പറക്കുന്നുണ്ട്. വേറെ ആളുകളും പറക്കുന്നുണ്ട്. ഇതിന് മുമ്പ് എത്ര രൂപയ്ക്ക് ഏറ്റവും കൂടുതൽ വിറ്റത്? 6000 രൂപയുടെ സാധനം. 6000 രൂപയുടെ എന്ന് വിറ്റത്? അതിപ്പോൾ 9 മാസമായി. അതിനുശേഷം ഇപ്പോൾ അടുത്ത സമയത്ത് അങ്ങനെ വിറ്റോ? അടുത്തത് ഇപ്പോൾ ഓണത്തിന് കൊടുത്ത 5600 രൂപയ്ക്ക്. ഓണത്തിന് 5600 രൂപയ്ക്ക് ഈ അഷ്ടമുടി കായലിൽ നിന്ന് പ്ലാസ്റ്റിക് വിറ്റു. അത് 1000 രൂപ കൂലി ചെലവായി. പിന്നെ ബാക്കി കാശ് നമ്മുടെ കടങ്ങളൊക്കെ തീർന്നു. ഇതിങ്ങനെ ഒഴുകി വരുന്നേ അല്ലേ? അതെ, ഒഴുകി വരുന്നതാ. ഇത് അഷ്ടമുടി കായലിൽ സത്യത്തിൽ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ലേ? പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് തെറ്റാ. ഇത് കൂട്ടിയിട്ട് ഒന്ന് വിൽക്കുകയോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുകയോ കരിച്ചു കളയുകയോ. ചേട്ടൻ യഥാർത്ഥത്തിൽ വെള്ളത്തിലെ ഹരിതകർമ്മസേനയാണ് ചേട്ടൻ, അങ്ങനെയാണെങ്കിൽ പറയല്ലേ? വെള്ളത്തുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അതെ, മത്സ്യത്തൊഴിലാളിയാണ്. മത്സ്യബന്ധനത്തിന് പോകാത്ത ദിവസങ്ങളിലാണ് ഇതിന് പോകുന്നത്. അപ്പം ആഴ്ചയിൽ 2 പ്രാവശ്യം പോകുമോ? അതോ ആഴ്ച 2 ദിവസമൊക്കെ പോകും. വള്ളം വഞ്ചി ഉണ്ടെങ്കിൽ. വഞ്ചി സ്വന്തം ചേട്ടൻ്റെ അല്ല, മറ്റൊരാളിൻ്റെ. ഈ വഞ്ചി കിട്ടുമ്പോൾ പോകും. അങ്ങനെ കിട്ടുന്ന ദിവസവും പോകുന്നില്ല, എന്നിട്ട് പോലും ഇത്രയേറെ നിങ്ങൾക്ക് കിട്ടി. മിക്ക ദിവസങ്ങളിൽ ചാക്ക് കൊണ്ട് പുറത്ത് പോയി പറക്കുന്നുണ്ട്. അത് കൂടാതാണിത്. അത് കൂടാതാണ്. ഇപ്പൊ ഇന്ന് എത്ര മണിക്കൂർ ഇത് എടുത്തതാണ്? ഇതൊക്കെ 3 മണിക്കൂറായി കാണും. 3 മണിക്കൂർ കൊണ്ട് അഷ്ടമുടി കായലിൽ നിന്ന് ഇത്രയേറെ പ്ലാസ്റ്റിക് കിട്ടി. ഇനി എത്ര ദിവസം കഴിഞ്ഞാണ് ഇനി പോരുന്നത്? പറയാനൊക്കത്തില്ല. ഇനി മത്സ്യബന്ധനം ഇല്ലാത്ത ദിവസം വീണ്ടും ഇറങ്ങും. ഇത് ഇപ്പൊ ഇതുകൂടെ ഉണ്ടായത് കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അതായത് അഷ്ടമുടി കായലിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടു കാണും, അഷ്ടമുടി കായലിൽ നിന്നും പെറുക്കിയെടുത്തതാണ് നിങ്ങൾ ഈ കാണുന്ന പ്ലാസ്റ്റിക്. 3 മണിക്കൂർ കൊണ്ട് ചേട്ടൻ, ജെറോൺ എന്നാണ് ചേട്ടൻ്റെ പേര്, ചേട്ടൻ അഷ്ടമുടി കായലിൽ രാവിലെ പോയി ഒരു 3 മണിക്കൂർ കൊണ്ട് പെറുക്കിയെടുത്തതാണ് ഈ കാണുന്ന പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക് അദ്ദേഹം ആക്രിക്കടയിൽ കൊടുത്ത് കാശുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെ. പക്ഷേ എങ്കിലും നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞ കാര്യം, നമ്മുടെ അഷ്ടമുടി കായൽ സംരക്ഷിക്കേണ്ടുന്ന ജനത അതിനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. പക്ഷേ ചേട്ടനെ പോലുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യം കരയിലെത്തുകയും അത് ആക്രിക്കട വഴി റീസൈക്ലിങ്ങിനോ അത് മറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്നത് കൊണ്ട് മാത്രമാണ് കായൽ ഇപ്പോഴെങ്കിലും ചെറിയ രീതിയിലെങ്കിലും സംരക്ഷിച്ച് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.